ഏവർക്കും ലീഡ് IAS ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ഉൽക്കാപതനം കണ്ടെത്തി ശാസ്ത്രജ്ഞർ. പുതിയൊരു നാഴികക്കല്ലുമായി ഇന്ത്യ AI മിഷൻ. 700-ലധികം എഴുത്തുകാർ പങ്കെടുത്തുകൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. 2025-ലെ ഗ്ലാസ് സീലിംഗ് ഇൻഡെക്സ് പുറത്തുവിട്ട് ദി ഇക്കണോമിസ്റ്റ്. സ്വന്തമായി സാറ്റലൈറ്റ് വികസിപ്പിക്കാൻ അസം ഗവൺമെന്റ്. 2024-ലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു. പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ സ്ഫിയറെക്സ് ടെലിസ്കോപ്പുമായി നാസ. വാർത്തകൾ വിശദമായി. ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ഉൽക്കാപതനം കണ്ടെത്തി ശാസ്ത്രജ്ഞർ. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പിൽബാര മേഖലയിലാണ് 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ഗർത്തം കണ്ടെത്തിയത്. മീറ്ററൈറ്റ്, ആസ്ട്രോയിഡ്, കൊമറ്റ് എന്നിവയുടെ കൂട്ടിയിടി മൂലം ഒരു ഗ്രഹത്തിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ഉണ്ടാകുന്ന വൃത്താകൃതിയിലുള്ള ഗർത്തമാണ് ഇമ്പാക്ട് ക്രേറ്റർ. ഗ്രഹത്തിൻ്റെ പ്രായം കണക്കാക്കുക, ഈ കൂട്ടിയിടി ഉണ്ടാക്കിയിട്ടുള്ള വംശനാശ സംഭവങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയവയ്ക്ക് ഇമ്പാക്ട് ക്രേറ്ററിൻ്റെ പഠനം അനിവാര്യമാണ്. 2.2 ബില്യൺ വർഷം പഴക്കമുള്ള പിൽബറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന യാറബുബ എന്ന ഇമ്പാക്ട് ക്രേറ്ററാണ് പ്രായത്തിൻ്റെ കാര്യത്തിൽ ഇതിനു മുൻപ് റെക്കോർഡ് നേടിയിട്ടുള്ളത്. പുതിയൊരു നാഴികക്കല്ലുമായി ഇന്ത്യ AI മിഷൻ. ഇന്ത്യയിലെ പ്രതിഭാധനരായ ഗവേഷകർക്കും സംരംഭകർക്കും ഒരു പ്ലാറ്റ്ഫോം ആകാൻ AI കോശ പുറത്തിറക്കിയിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇന്ത്യയിലെ വിവിധ ഇൻഡസ്ട്രീസിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യൻ ഗവൺമെന്റ് 2024-ൽ ആരംഭിച്ച സംരംഭമാണ് ഇന്ത്യ AI മിഷൻ. സേഫ് ആൻഡ് ട്രസ്റ്റഡ് AI, ഫ്യൂച്ചർ സ്കിൽസ് AI, ഇന്ത്യ AI ഇന്നൊവേഷൻ സെന്റർ, AI മാർക്കറ്റ് പ്ലേസ് തുടങ്ങിയവ ഈ മിഷന്റെ കീ പില്ലേഴ്സിൽ ചിലതാണ്. ഗവേഷണത്തിനും വികസനത്തിനുമായി AI ഡാറ്റാ സെറ്റുകൾ, മോഡലുകൾ, ഡെവലപ്മെന്റ് ടൂളുകൾ എന്നിവയുടെ ഒരു ശേഖരമായി പ്രവർത്തിക്കുക എന്നതാണ് AI കോശയുടെ പ്രധാന പങ്ക്. 700-ലധികം എഴുത്തുകാർ പങ്കെടുത്തുകൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സാഹിത്യ അക്കാദമിയാണ് സാഹിത്യോത്സവ് എന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഫെസ്റ്റിവൽ ഓഫ് ലിറ്റേഴ്സ് എന്ന് കൂടി അറിയപ്പെടുന്ന സാഹിത്യോത്സവ് സംഘടിപ്പിക്കുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ അക്കാദമിയാണ്. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാഹിത്യ പൈതൃകം സംരക്ഷിക്കുന്നതിനും സമകാലിക സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാഹിത്യോത്സവം പ്രധാന പങ്കുവഹിക്കുന്നു. എല്ലാ വർഷത്തെയും സാഹിത്യ അക്കാദമി അവാർഡുകളുടെ വിതരണം നടക്കുന്ന വേദി കൂടിയാണ് ഇത്. 2025-ലെ ഗ്ലാസ് സീലിംഗ് ഇൻഡെക്സ് പുറത്തുവിട്ട് ദി ഇക്കണോമിസ്റ്റ്. സ്വീഡനാണ് സൂചികയിൽ ഇത്തവണ 1-ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ദ എക്കണോമിസ്റ്റ് എല്ലാ വർഷവും തയ്യാറാക്കുന്ന ഗ്ലാസ് സീലിംഗ് ഇൻഡെക്സ് OECD അഥവാ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കൺട്രീസിലെ ജോലി സ്ഥലങ്ങളിലുള്ള ലിംഗസമത്വം വിലയിരുത്തുന്നു. ഇതിനായി ഈ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ ശക്തി പങ്കാളിത്തം, ശിശു സംരക്ഷണ ചിലവുകൾ, രാഷ്ട്രീയത്തിലെ പ്രാതിനിധ്യം തുടങ്ങിയവ അളക്കുന്നു. 2025-ലെ ഇൻഡെക്സ് പ്രകാരം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏറ്റവും മികച്ച രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വീഡനാണ്. സ്വന്തമായി സാറ്റലൈറ്റ് വികസിപ്പിക്കാൻ അസം ഗവൺമെന്റ്. അസം സാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സാറ്റലൈറ്റിന്റെ സഹായത്തോടെ ഡേറ്റ ആക്സസ് ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഗവൺമെന്റിൻ്റേത്. ഇൻസ്പേസിൻ്റെയും ISROയുടെയും സഹകരണത്തോടെ 2025-ൽ ആസാം ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആസാം സാറ്റ്. സ്പേസ് ടെക്നോളജി ഉപയോഗിച്ച് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, സെക്യൂരിറ്റി, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ പദ്ധതി വിജയമായ രാജ്യത്ത് ആദ്യമായി ഉപഗ്രഹം സ്ഥാപിക്കുന്ന സംസ്ഥാനമായി മാറും ആസാം. 2024-ലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു. ലോകത്തിലെ ഏറ്റവും മലിനമാക്കപ്പെട്ട 20 നഗരങ്ങളിൽ 13 എണ്ണം ഇന്ത്യയിൽ. സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ IQ എയർ ആണ് എല്ലാ വർഷവും വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പൊല്യൂഷൻ ഹോട്ട്സ്പോട്ടുകളെ തിരിച്ചറിയുക, മലിനമായ നഗരങ്ങളെയും രാജ്യങ്ങളെയും റിപ്പോർട്ട് ചെയ്യുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയവയാണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രധാന ലക്ഷ്യം. 7ാമത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ന്യൂഡൽഹി ഏറ്റവും മലിനമായ രാജ്യ തലസ്ഥാനമായി തുടരുന്നു. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി 138 രാജ്യങ്ങളെയാണ് ഈ തവണ ശാസ്ത്രജ്ഞർ വിശകലനം ചെയ്തത്. പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ സ്ഫിയറെക്സ് ടെലിസ്കോപ്പുമായി നാസ. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപുണ്ടായ
ബിഗ് ബാങ്ങിന് ശേഷമുള്ള പ്രപഞ്ചത്തിന്റെ റാപ്പിഡ് എക്സ്പാൻഷനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ മിഷന്റെ ലക്ഷ്യം. ഗാലക്സികളുടെ ചരിത്രവും അവയുടെ പരിണാമവും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാസ സ്പേസ് എക്സിന്റെ സഹകരണത്തോടെ സ്ഫിയറെക്സ് ടെലസ്കോപ്പ് വിക്ഷേപിക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഈ പഠനത്തിനായി ഒരു 3D ഓൾ സ്കെയിൽ മാപ്പ് തയ്യാറാക്കാനും ഈ ദൗത്യം ലക്ഷ്യമിടുന്നുണ്ട്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് ടൈം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.